നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിന്റെ പ്രവർത്തനങ്ങൾക്കായി മട്ടന്നൂരിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. കെ ശൈലജ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് 31 മുതലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് പ്രവർത്തനം തുടങ്ങുക. തന്നെ വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നമ്മൾ വിപുലമായി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളത് ആരംഭിക്കണം. ഇന്ന് മുതലല്ല, ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഒരുക്കങ്ങൾ എയർപോർട്ടിൽ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് നേതൃത്വം കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഒരുങ്ങണം. എല്ലാ കാര്യങ്ങളും ശരിയാക്കണം. ഇതിപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി വോളണ്ടിയർമാരൊക്കെ കൂടുതൽ വേണ്ടവരും. കഴിഞ്ഞ തവണ വോളണ്ടിയർമാരുടെ സേവനം അതെടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, വനിതാ വോളണ്ടിയർമാർ ഈ തീർത്ഥാടകർ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനും നോക്കാനും എല്ലാം വളരെ എടുത്ത് പറയേണ്ടുന്ന പ്രവർത്തനമാണ് വനിതാ വോളണ്ടിയർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പുരുഷ വോളണ്ടിയർമാരും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കൂടുതൽ പ്രസംഗിക്കേണ്ട സമയമല്ല. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പരിശ്രമിച്ചുകൊണ്ട് ഇപ്പം സാറൊക്കെ ഇടയ്ക്ക് നമ്മളെ അന്വേഷിക്കാൻ പറ്റും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് മട്ടന്നൂരിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നത്. മട്ടന്നൂർ കണ്ണൂർ റോഡിലെ റാറാവീസ് ബിൽഡിംഗിലാണ് സംഘാടക സമിതി ഓഫീസ് ഒരുക്കിയത്. PTA റഹീം MLA അധ്യക്ഷനായി. ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി റിപ്പോർട്ട് അവതരണം നടത്തി. ഹജ്ജ് കമ്മിറ്റി അംഗം PT അക്ബർ, നഗരസഭാ ചെയർമാൻ N ഷാജിദ്, കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ആമിന മാളിയേക്കൽ, അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ, സുരേഷ് മാവില, അൻസാരി തില്ലങ്കേരി, താജുദ്ദീൻ മട്ടന്നൂർ, AK അബ്ദുൾ ബാബി, അബ്ദുള്ളക്കുട്ടി ബാദഗി, VK ഗിരിജൻ, അഡ്വക്കേറ്റ് AJ ജോസഫ്, ജെയ്സൺ ജീരകശ്ശേരി, OV ജാഫർ, നിസാർ അതിരകം, CK സുബേർ ഹാജി, MCK അബ്ദുൾ ഗഫൂർ എന്നിവർ സംബന്ധിച്ചു. ജൂൺ 1 പുലർച്ചെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെടുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.